2014 മുതൽ ആലുവ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന ഫീനിക്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് 1980കളിൽ കോട്ടയം മെഡിക്കൽ കോളേജിലും മറ്റ് മെഡിക്കൽ കോളേജുകളുമായി പഠിച്ച ഏതാനും ഡോക്ടർമാരുടെ ചിന്തയിൽ നിന്ന് ഉയർത്തിരുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങളെല്ലാം ഒരേ തൂവൽ പക്ഷികളെ പോലെ, ഫീനിക്സ് പക്ഷികളെ പോലെ പറന്നുയർന്നവരാണ്. ചെറുപ്പകാലങ്ങളിൽ അനുഭവിച്ച കഷ്ടതകളും നഷ്ടതകളും ഏകദേശം എല്ലാവർക്കും ഒരുപോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചിന്താഗതിയും ഒരേ രീതിയിലായിരുന്നു. ഇതിൽ നിന്നാണ് ഞങ്ങളുടെ തുടക്കം. 10 പേരായി വെച്ച് തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്നിപ്പോൾ 15 പേരുണ്ട്. പ്രധാനമായും ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാണ് ഇതിനകത്തെ മെമ്പർമാർ. ഇത് ഞങ്ങൾ ബാബാ സാഹിബ് അംബേദ്കർ പഠിപ്പിച്ച ഒരു വാക്യമുണ്ട്, പേ ബാക്ക് ടു ദി സൊസൈറ്റി എന്നുള്ളത്. അംബേദ്കർ കാട്ടിത്തന്ന മാർഗത്തിലൂടെ പഠിച്ചു വളർന്നു വന്ന ഞങ്ങളുടെ അതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുന്ന കുട്ടികൾക്ക് ഒരു മാർഗദർശൻ ആയി മാറണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ട്രസ്റ്റ് തുടങ്ങിയത്. ഞങ്ങൾ ഈ പറയുന്ന മെമ്പേഴ്സ് മാത്രം ജോലിയെടുത്ത് ഉണ്ടാക്കുന്ന തുകകളിൽ നിന്ന് ഒരു ഭാഗം ഇതിനകത്തേക്ക് മാറ്റിവെക്കുക, പേ ബാക്ക് സൊസൈറ്റി എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ വെച്ച് മാറ്റിവെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യം ഞങ്ങൾ കുട്ടികൾക്ക് നന്നായി പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പ്, അതുപോലെ പഠനോപകരണങ്ങൾ, പിന്നെ വീടിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് വീട് വെക്കാനോ വീട് മെയിൻ്റനൻസിനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് അവർക്ക് അത് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫലം കിട്ടുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ തിരിഞ്ഞിരിക്കുന്നത് ഈ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായും പിന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കണ്ടുപിടിച്ച് അവർക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകളും മറ്റ് ഗൈഡൻസ് ക്ലാസ്സുകളും നൽകി വരികയാണ്. കഴിഞ്ഞ 2 വർഷമായി ഈ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം ശ്രീ വെസ്റ്റേൺ സ്പീക്കർ KV രമേശ് സാറിൻ്റെ നേതൃത്വത്തിൽ 1 വർഷം നീണ്ടു നിന്ന 12 മാസം, ഒരു മാസത്തിൽ ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ 12 ക്ലാസ്സുകൾ എടുക്കുകയുണ്ടായി. അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് 80 കുട്ടികളായിട്ട് തുടങ്ങിയ ആ പ്രസ്ഥാനം അവസാനം ചെന്ന് നിന്നത് 18 പേരിലാണ്. എന്നാലും ഈ 18 പേരിൽ ഞങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് തുടർന്നും ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡോക്ടർ സതീഷ് സാരഥി, സാനു സുഗതൻ, KV രമേശ് ഇങ്ങനെയുള്ളവരുടെ നേതൃത്വത്തിൽ തുടർ പഠന ക്ലാസ്സുകൾ മാസത്തിൽ ഒരു ക്ലാസ് വെച്ചാണ് ഞങ്ങൾ നടത്തുന്നത്. 1 വർഷം 12 ക്ലാസ് ഉണ്ടാവും. ഇപ്രാവശ്യവും ഞങ്ങൾ 80 കുട്ടികളുമായിട്ട് തുടങ്ങി. പക്ഷേ ഇപ്പോൾ അത് ചുരുങ്ങി ഒരു 40 പേരിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും ഞങ്ങളുടെ ഉദ്ദേശശുദ്ധി ഒരുവിധം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം പറയാം, ഞങ്ങൾ സമൂഹത്തിൽ നിന്നൊരു പിരിവെടുക്കുകയോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ ഏക ഉദ്ദേശം സാമൂഹികവും സാമ്പത്തികവുമായും പിന്നിൽ നിൽക്കുന്ന കുട്ടികളെ പഠിക്കാൻ സഹായിക്കുക, പഠനത്തിൽ മുന്നോട്ട് വരുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നീ കാര്യങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക സഹായങ്ങൾ വളരെ അത്യാവശ്യമുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ്. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.